സാർ അത്ഭുത പോലത്തെ ഒരു തോട്ടിനി മലയാളത്തിൽ സാർ എന്തെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ ഇനി? അങ്ങനെ പുതുതായിട്ടുള്ള അത്ഭുതങ്ങളൊക്കെയുള്ള തോട്ട് ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. അതിന്റെ ലീഡ് എന്തായിരുന്നു അന്ന് ആ കാലത്ത് അത്ഭുതീപിലേക്ക് എത്തിച്ചത്? പൊതുവിന്റെ ലീഡ് എന്ന് പറഞ്ഞാൽ അന്ന് ഞാന് ഒത്തിരി ഭിന്നശേഷിക്കാരുടെ പടം ചെയ്തിരുന്നു. കണ്ണു കാണാത്ത നമ്മുടെ അന്ധഗായകന്റെ പടം, കരിമാണിക്കുട്ടനിലെ ബുദ്ധിസ്ഥിരതയില്ലാത്തവന്റെ പടം, ജയസൂര്യ ആദ്യമായിട്ട് സിനിമയെ കൊണ്ടുവന്ന ഊമകളുടെ പടം, അതിങ്ങനെ കമ്പിളി ദേവിയെ, മീരയുടെ ദുഃഖം, പൃഥ്വിരാജിന്റെ ഒരു പടം, ഇങ്ങനെ കുറെ ഇപ്പം വികലാംഗ സംവിധായകനൊക്കെ എന്നെ ഇങ്ങനെ വിളിച്ച് കൊല്ലം വന്ന്. കാരണം അത്തരം പടങ്ങളോട് എനിക്ക് ഇഷ്ടമായിരുന്നു. ഈ ചോക്ലേറ്റ് കുട്ടപ്പന്മാരെ മാറ്റി നിർത്തിയിട്ട് ഈ ജീവിതത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ കൊണ്ടൊന്ന് സിനിമ ചെയ്യുക എന്നൊരു ഇഷ്ടമുണ്ടായിരുന്നു. അങ്ങനെ ഹിറ്റായപ്പോഴാണ് പക്രു ഒരു ദിവസം എന്നോട് പറയുന്നത്, സാർ ഇങ്ങനെയൊക്കെ എല്ലാവരെയും വെച്ച് പടം എടുത്തല്ലോ, ഞങ്ങളെ വെച്ചിട്ട് പടം എടുക്കാൻ പറ്റുമോ? ഞാൻ ഈ മേലോട്ട് നോക്കി നോക്കി എന്റെ പെടലി കഴിച്ചിരിക്കാൻ നേരെ നോക്കി സംസാരിക്കുന്ന, കാരണം അവരുടെ പൊക്കമുള്ള. അപ്പൊ എന്നോട് ഞാൻ പറഞ്ഞതിന് നിങ്ങൾ ഒരു 10-100 പേരെങ്കിലും വേണ്ടേ, എന്റെ എത്ര പേര് കാണും? എന്റെ ഒരു 20 പേരുണ്ടെന്നോ. പറഞ്ഞ അത് പറ്റില്ല. പക്ഷെ പക്രുവിന്റെ ആ വാക്ക് എന്നിൽ, അങ്ങനെ പക്രുവിന് വേണ്ടി ഒരു പടം എന്തായിരിക്കും ഇവരുടെ ഹൈറ്റിലുള്ള, ഞാനീ ഭിന്നശേഷിക്കാരോടുള്ള ഇഷ്ടം മനസ്സിലുള്ളപ്പോ തന്നെ പക്രുവിനെ കണക്ക് പൊക്കം കുറഞ്ഞവരെ വെച്ചൊരു പടം എങ്ങനെയായിരിക്കും ഉണ്ടാക്കുക എന്നുള്ള ചിന്തയെന്ന് ദൈവം തന്നൊരു കൺസെപ്റ്റ് അല്ല, ഒന്നുമില്ല. പൊക്കമുള്ള ഭാര്യമാര് പൊക്കം കുറഞ്ഞ ഭർത്താവിനെ എടുത്തുകൊണ്ട് നടക്കുന്ന ഒരു ഒരു സംഭവം വന്നത് ആദ്യം ഉണ്ടായിരുന്നതല്ല. കുഞ്ഞന്മാരെ എത്ര പേരെ കിട്ടുമെന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പരസ്യം ചെയ്തു പത്രത്തിൽ. കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് 20ഉം 200ഉം അല്ല, അന്ന് വീട്ടിൽ വന്ന 500ഓളം പേരാ. അതിനകത്തുനിന്ന് അസുഖമില്ലാത്തവരെയാണ് 300 പേരെ സെലക്ട് ചെയ്ത്. കല്യാണം കഴിച്ച പല കുഞ്ഞന്മാരും ഭാര്യമാരുടെ ഏണിനിരുന്നാ വന്നത്. അവിടുന്നാണ് നമ്മള് പൊക്കം കുറഞ്ഞ മനുഷ്യരും പൊക്കമുള്ള ഭാര്യമാരും അതിന്റെ ഒരു കൺസെപ്റ്റിലോട്ട് അങ്ങനെ വന്നത്. അങ്ങനെ ഉണ്ടായൊരു കഥയാണ്. അല്ലാതെ അത് ഞാൻ ഒരു നേരത്തെ കണ്ടുവച്ചൊന്നുമല്ല. ഇൻസ്റ്റന്റ് ആയിട്ട് പൊക്കം കുറഞ്ഞവർക്ക് വേണ്ടി ഒരു സംഭവം, ഒരു പുതിയ സാധനം ഉണ്ടാക്കണമെന്ന് തോന്നിയുകൊണ്ട് അത്ഭുത ദ്വീപ് പിറന്നു. അത്തരം ചിന്തകളൊക്കെ ഇനി ആകാം, നമുക്ക് നോക്കാം കേട്ടോ.